കൊച്ചി തീരത്ത് MSC എൽസ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്ക് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് 48 മണിക്കൂറുകൾ ഉള്ളിൽ നടപടി തുടങ്ങണമെന്നും എണ്ണച്ചോർച്ച നീക്കിയില്ല, സാൽവേജ് നടപടികൾ വൈകിപ്പിച്ചെന്നും നോട്ടീസിൽ വിശദാംശങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ കാരണം കാണിച്ചുകൊണ്ട് നോട്ടീസ് ഷിപ്പിംഗ് കമ്പനിക്ക് അയച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, എന്താണ് വിശദാംശങ്ങൾ? ഈ നോട്ടീസിന്റെ ഉള്ളടക്കം എന്താണ്? ഇന്ന് ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ കേസെടുത്തുമായി ബന്ധപ്പെട്ട ഹർജിയൊക്കെ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു നീക്കം, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഏതായാലും ഈ MSCയുടെ എൽസ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനം നിരന്തരമായി കേന്ദ്ര സർക്കാരുമായി, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി ഈ വിഷയത്തിൽ ഇടപെട്ട് വരികയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ MSC കമ്പനിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്, അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അതായത് ഈ നിലവിൽ കത്ത് നൽകിയിട്ട് കുറച്ചു ദിവസങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കത്തിൽ പറയുന്നത്, കത്ത് ലഭിച്ച് അടിയന്തരമായി തന്നെ 48 മണിക്കൂർ ഇതിന്റെ നടപടികളിലേക്ക് MSC കടക്കണം എന്നുള്ളതാണ്. പ്രധാനമായും ഇന്ത്യൻ തീരത്തെ വലിയ തോതിൽ ആഘാതത്തിലാക്കിയിട്ടുണ്ട് ഈ വിഷയം. കേരളത്തിലെ തീരദേശ മേഖലയെ ഇത് സാരമായി തന്നെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ MSCയുടെ ഭാഗത്തു നിന്നും എണ്ണച്ചോർച്ച നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിൽ വലിയ തോതിലുള്ള കാലതാമസം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതും പറയുന്നു. എണ്ണ നീക്കാൻ സാൽവർമാർ വലിയ തോതിലുള്ള കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ നടപടികളിലേക്ക് ഇനിയും കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ കടക്കും എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നു. പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക്, കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ ജോലിയും വരുമാനവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതായാലും കൂടുതൽ കാലതാമസം വരുത്തിയാൽ അത് മനഃപൂർവ്വമായ ലംഘനമായി കാണും. അതിനനുസരിച്ചുള്ള തുടർ നടപടികളിലേക്ക് രാജ്യത്തിന് കടക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടിയാണ് ഈ നോട്ടീസിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള കാര്യവും സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്തിന്റെ തലത്തിലുള്ള നടപടികളിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. നിയമവശങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചുകൊണ്ട് കേസെടുക്കുന്ന നടപടികൾ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു ഭാഗത്ത് ആരംഭിച്ചിരുന്നു. വിനിഷ. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.